മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. കോൺഗ്രസിന്റെ സൗമ്യ മുഖമാണ് തെന്നലയുടെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. പ്രമുഖർ തെന്നല ബാലകൃഷ്ണപിള്ളയെ അനുസ്മരിച്ചു. അതിലേക്ക് ഏറ്റവും ബഹുമാന്യനായ തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ കഴിയാവുന്ന പക്വതയാർന്ന സ്നേഹപൂർണമായ സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എപ്പോഴും വാത്സല്യവും സ്നേഹവും കോൺഗ്രസിലെ താഴെയുള്ള അദ്ദേഹത്തിന് അടുത്തുള്ളതും പിന്നെയുള്ളതുമായ തലമുറകൾക്ക് വാരിക്കോരി നൽകിയിട്ടുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കും. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും സമാധാനനായ ഒരു നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം നീതിമാനായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഒരു തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ തർക്കത്തിൻ്റെ എല്ലാ വശങ്ങളും നോക്കി ആ തർക്കത്തിന് അദ്ദേഹം പരിഹാരം ഉണ്ടാക്കുന്നത് നീതിപൂർവമായിരുന്നു. നീതിമാനായ നേതാവായിരുന്നു അദ്ദേഹം. സൗമ്യനാണ്, ശാന്തനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം യാതൊരു ഡിപ്ലോമസിയും കാണിക്കാതെ വെട്ടി തുറന്ന അപ്രീസത്യങ്ങൾ പറയാൻ തന്നെ യാതൊരു മടിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തിലെ പൊതുജീവിതത്തിലുണ്ടാക്കിയ നഷ്ടം തീരാ നഷ്ടമാണ്. ആ മാതൃക പൊതുപ്രവർത്തകൻ്റെ വേർപാടിൽ കേരളം ഒന്നടങ്കം വേദിക്കുകയും കരുതുന്നു. എൻ്റെ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ സ്മരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ മുഖമാണ് എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മനസ്സിൽ നിന്നും തെന്നല സാർ ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഒരു മാർഗദർശിയായി തെന്നല സാർ എന്നും ഞങ്ങളോടൊപ്പം ജീവിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. തെന്നല സാറിൻ്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ ഞാനും പങ്കാളിത്തം വഹിക്കുകയാണ്. തെന്നല സാറ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. അദ്ദേഹം എന്നും ആദർശശുദ്ധിയുള്ള, സത്യസന്ധമായ, നിഷ്പക്ഷമായ പൊതുജീവിതത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ് തെന്നല സാറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു സൗമ്യമുഖം, ശാന്തനായ ഒരു നേതാവ്, എന്നാൽ നിലപാടുകളിൽ അടിയുറച്ച നിലപാടുള്ള ശാന്തഗംഭീരൻ എന്നാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഇന്നിപ്പോൾ കോൺഗ്രസിലെ തറവാട്ട് കാരണവന്മാർ 1-2 പേരെ അവശേഷിക്കുന്നുള്ളൂ. അതിൽ പ്രമുഖരാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്. കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത മാതൃകകൾ സൃഷ്ടിച്ച ഒരു നേതാവാണ് തെന്നല സാറ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരള സമൂഹത്തിനും വലിയ നഷ്ടമാണ്. അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. VS അനുരാഗ് ചേരുന്നു. അനുരാഗ്, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊക്കെ അതീതനായ സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമയായ ഒരു തറവാട്ട് കാരണവരെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം എപ്പോഴാണ് സംഭവിച്ചത്? ഈ അന്ത്യകർമ്മങ്ങൾ അടക്കമുള്ളവ, സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം നേരെ നെട്ടയത്തുള്ള വസതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാളെ രാവിലെ 10:30 വരെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. ശേഷം KPCC ആസ്ഥാനത്തേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുപോവുക. അവിടെ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ശാന്തി കവാടത്തിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ആശുപത്രിയിലടക്കം വിവിധ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വീകാര്യതയെപ്പറ്റി സംസാരിക്കുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിയാക്കുരുക്കുകളിൽപ്പെട്ട് പാർട്ടി ശ്വാസം മുട്ടിയപ്പോഴൊക്കെയും തെന്നല ജീവശ്വാസമായി തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. 1989 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെ
ചൊല്ലി തർക്കമുണ്ടായപ്പോൾ പിന്നീട് 1992 ഗ്രൂപ്പുകൾ കൊമ്പ് കോർത്തപ്പോൾ പിന്നീട് 96 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയപ്പോഴൊക്കെയും അദ്ദേഹം വന്നത് ഒരു മരുന്നുമായി തന്നെയാണ്. ആ മുറിവ് ഉണക്കാനുള്ള മരുന്നുമായി തന്നെയാണ് അദ്ദേഹം എത്തിയത്. അതിനൊപ്പം തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും മറ്റാരെക്കാളും കർത്തവ്യ ബോധത്തോടെ അദ്ദേഹം ഉഷാറായി തന്നെ നിർവഹിച്ചു എന്ന കാര്യത്തിൽ ആർക്കും സംശയം പറയാനില്ല. ഗ്രൂപ്പുകൾക്ക് അതീതനെന്ന പ്രതിച്ഛായയാണ് അദ്ദേഹത്തെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിച്ചത്. ഒരു പദവിയും അദ്ദേഹം തേടി പോയതല്ല, അധികാരത്തിന്റെ പുറകെ പോയ വ്യക്തിയല്ല. അദ്ദേഹം എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തെ തേടി വന്നതാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയാണ് അദ്ദേഹത്തെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിച്ചത്. 2 വട്ടം രാജ്യസഭയിൽ അദ്ദേഹത്തിന് നറുക്ക് വീണു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഒരു പ്രയത്നവും അതിനുവേണ്ടിയൊന്നും നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന വിജയം തന്നെ നേടിക്കൊടുത്ത് അദ്ദേഹം KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ആരോടും ഒരു പരാതിയില്ലാതെ ഒഴിഞ്ഞുകൊടുക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. പിന്നീട് 2004 അതേ പദവിയിൽ അദ്ദേഹം ഊർജ്ജസ്വലമായി തന്നെ തിരിച്ചു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ തോൽവി അന്ന് ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിലാണ് 2004 അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ചു വന്നത്. 2003 രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പ് പോര് ഈ പാർട്ടിയെ പുലർത്തിയേക്കും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും പാർട്ടിക്ക് വലിയ താങ്ങായ തണലായ എല്ലാ കരുത്തോടെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ വിയോഗം എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഒരു നഷ്ടം തന്നെയാണ്, തീരാ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുക. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കിറങ്ങും. അതിനുശേഷം ആംബുലൻസിൽ നെട്ടയത്തേക്കുള്ള വസതിയിലേക്കാണ് ഇത് എത്തിക്കുക. പിന്നീട് നാളെ ഒക്കെ പൊതുദർശനം. എന്തായാലും വലിയ ജനസഞ്ചയം തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഉണ്ടാകുമെന്ന് സംശയമില്ല. അത്രത്തോളം ജനകീയനായ നേതാവായിരുന്നു, എല്ലാവർക്കും സ്വീകാര്യനായ നേതാവായിരുന്നു, എല്ലാവരുടെ പ്രശ്നങ്ങളും കേട്ട് അതിൽ ഇടപെടുന്ന ഒരു നേതാവായിരുന്നു. ആ നേതാവിനെ എന്തായാലും കാണാൻ വലിയ ജനസഞ്ചയം തന്നെ ഈ ഇടങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരിയാണ്. എല്ലാ നേതാക്കന്മാരും പറഞ്ഞതുപോലെ കോൺഗ്രസിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും AK ആന്റണിയും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞ ഒരേ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് സൗമ്യനായ ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആദർശ ശുദ്ധിയുള്ള നേതാവ്, സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിക്ക്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത്. അവരുടെ തറവാട്ട് കാരണവരെ തന്നെയാണ്. VS അനുരാഗാണ് വിവരങ്ങളുമായി ചേർന്നത്.